യാക്കോവിന് മക്കളുണ്ടെങ്കിൽ അവിടെ യാക്കോവിന് ഒത്തിരി നിവാസങ്ങളുണ്ട്. യാക്കോവിന്റെ തലമുറയ്ക്കൊക്കെ ഒത്തിരി ഭവനങ്ങളുണ്ട്. ആ ഭവനങ്ങളിലൊക്കെ ആരാധനയുണ്ട്. ആ ഭവനങ്ങളിലൊക്കെ പ്രൈസ് യാഗമുണ്ട്, യാഗപീഠമുണ്ട്. ദൈവത്തിന്റെ മക്കളുടെ ഭവനങ്ങളിലെല്ലാം സന്ധ്യാപ്രാർത്ഥനയുണ്ട്, ആരാധനകളുണ്ട്. നമ്മുടെ ഭവനങ്ങളിലെല്ലാം കരങ്ങൾ അടിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാ. ആ ഭവനങ്ങളെല്ലാം ദൈവം സ്നേഹിക്കുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറമായി അധികം 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 എന്നതിനു വേണ്ടി സൺഡേ ദിവസത്തെ കടന്നു ദൈവത്തെ ആരാധിക്കുന്നു. വീട്ടിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാൻ എനിക്കറിയാം. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പേ ക്യാമ്പിൽ ഒരു സഹോദരനോട് പറഞ്ഞ പ്രൈസിലോട് ഹല്ലേലൂയ സ്തോത്രം. നല്ല സഭായോഗം ടിവിക്കുള്ളിൽ വരുന്നുണ്ട്. സ്തോത്രം. ഇന്ന് ആ സഹോദരൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു ഇടക്കൊട്ടായി പോലും മുടക്കില്ല. ആ നിലവാരം ദൈവത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇതുപോലെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരില് നമ്മൾ പ്രൈസ് ആവർത്തന പുസ്തകം അതിന്റെ എന്റെ ആവർത്തന പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ചു. 5-ാം വാക്യം 13-ാം വാക്യം. നമ്മൾ എവിടെ പോയ ദൈവത്തെ ആരാധിക്കേണ്ടത്? നിങ്ങളുടെ ദൈവമായ യഹോവ. Deuteronomy chapter 12 verse 5 and 13. നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും വെച്ച് ഈ കിൻസിലിന്റെ പട്ടണത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമായത്.